കർഷകരുടെ സ്വപ്നങ്ങൾ ചവിട്ടിമെതിച്ച കാട്ടാനകൾ. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിലാണ് കൃഷിഭവന്റെ സഹായത്തോടെ കർഷകർ നട്ടുവളർത്തിയ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പഞ്ചായത്ത്, വനം, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ സ്വപ്നം കാട്ടാനകളുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമർന്നു. 300-ലധികം വേര് പിടിച്ച വാഴകളാണ് കാട്ടാനകൾക്ക് ഭക്ഷണമായത്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിലാണ് കൃഷിഭവന്റെ സഹായത്തോടെ കർഷകർ നട്ടുനനച്ചു വളർത്തിക്കൊണ്ടുവന്നിരുന്ന വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചത്. വാഴകൾ സംരക്ഷിക്കാൻ ഫെൻസിംഗ്, തൂക്കുവേലി സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മറികടന്നാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് കടന്നുവന്നത്. വനത്തോട് ചേർന്ന പ്രദേശത്താണ് വനസുരക്ഷ ഒരുക്കി ഇവിടെ കൃഷി ഇറക്കിയത്. ചെണ്ടുമല്ലി കൃഷി ഉൾപ്പെടെ നടത്തിയ പ്രദേശമാണിവിടം. കാട്ടുപന്നികളും മാനും നാശം വിതയ്ക്കുന്നതിനിടയിലാണ് കർഷകരുടെ മോഹം തല്ലിച്ചതച്ച് കാട്ടാനകൾ കൃഷിയിടത്തിൽ താണ്ഡവമാടിയത്. പിഴുതെടുത്ത വാഴകൾ ഒന്നൊഴിയാതെ അകത്താക്കിയാണ് കാട്ടുകൊമ്പന്മാർ സ്ഥലം വിട്ടത്. 2000-ലധികം വാഴകളാണ് ഇവർ ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നത്. ഈ കൃഷിയിടത്തിലേക്കാണ് പ്രതീക്ഷിക്കാതെ കാട്ടാനകൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും തട്ടിമറിച്ചെത്തിയത്. ഫെൻസിംഗ് വേലി തകർത്തതിനാൽ അത് പുനഃസ്ഥാപിക്കുന്നതുവരെ കർഷകർ ജീവൻ പണയം വെച്ച് കൃഷി സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഴയുടെ രുചിയറിഞ്ഞ കാട്ടുകൊമ്പന്മാർ ഇനിയും ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നും കർഷകർ പറയുന്നു. ആറളം പട്ടികവർഗ മേഖലയിലെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായാണ് കാർഷിക മേഖലയിൽ കൃഷിവകുപ്പ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാക്കുന്നത് എന്നും ഇവർ പറയുന്നു. കാട്ടാനകൾ നാശം വിതച്ച കൃഷിയിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ്, വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി, ആറളം കൃഷി ഓഫീസർ ശരത് കൃഷ്ണ, കൃഷി അസിസ്റ്റന്റ് സി കെ സുമേഷ്, വനവകുപ്പ് ഉദ്യോഗസ്ഥർ, TRDM ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്ദർശിച്ചു. മതിയായ നഷ്ടപരിഹാരം കർഷകർക്ക് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആറളം പുനരധിവാസ മേഖലയിലെ 55 തടങ്ങളങ്കരിയിലാണ് നാം ഈ കാണുന്ന വളരെ പ്രയാസപ്പെട്ട ഈ കാഴ്ച കാണുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക വികസന പദ്ധതിയും അതുപോലെ തൊഴിലുറപ്പും അതുപോലെ ഇവിടുത്തെ കൃഷിക്കൂട്ടങ്ങളുടെ എല്ലാം സംയുക്തമായിട്ട് ഈ പ്രദേശത്തിനകത്ത് ഏതാണ്ട് 2000-ഓളം വാഴകളാണ് വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ സംവിധാനം, ജലസേചന സംവിധാനം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടാണ് ഈ വാഴ കഴിഞ്ഞ കുറേ നാളുകളായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇന്നലെ നമുക്കറിയാം ഈ കർഷകരുടെ 300-ലധികം വാഴകളാണ് ആന ഇവിടെ ചവിട്ടിക്കളയുക, പറിച്ച് തിന്നുമൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആറളം പുനരധിവാസ മേഖലയ്ക്കകത്ത് കഴിഞ്ഞ 2 മാസങ്ങളായി കാട്ടാനയുടെ അക്രമം, ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ പരിപൂർണമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാട്ടാനകളുടെ ഈ ശല്യം, ആക്രമണം ഒഴിവാക്കുന്നതിനും ആനമതിൽ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട വകുപ്പുകളും ചെയ്ത് ഈ കർഷകരുടെ കൃഷിയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. നമ്മളിവിടെ വാഴ വെച്ചൊരു 750-800 വാഴവിത്ത് വെച്ചതാണ്. അതിലെല്ലാം തന്നെ പിടിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ആന വന്ന് കയറി ഒരു 300-350 വാഴ മൊത്തം പറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേലി നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വാഴവിത്ത് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് വെച്ചതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബശ്രീ തൊഴിലുറപ്പിലോ അങ്ങനെയൊന്നും അല്ലാതെ സ്വന്തമായിട്ട് വെച്ചതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വെള്ളം നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് ഒഴിച്ചിത്രമാക്കിയതാണ്. അങ്ങനെയുള്ള വാഴയാണ് ഈ വാഴ മൊത്തം പോയത്. അതുകൊണ്ട് നമുക്കിത് എത്രയും വേഗം ഇതിൻ്റെ ഈ ഫെൻസിങ് ശരിയാക്കണം. അതുപോലെ വാഴവിത്ത് ഇറക്കി തരുവാണെങ്കിൽ വെക്കാൻ പറ്റും. പുനരധിവാസ മേഖലയിലെ ഏകദേശം 50ഓളം കർഷകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2 കൃഷിക്കൂട്ടങ്ങളായിരുന്നു ഇവിടെ രൂപീകരിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഗ്രൂപ്പുകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ സൗരവേലിയും ജലസേന കിണറും സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ വർഷം വിപുലമായ രീതിയിൽ നേന്ത്രവാഴയും ഞാലിപ്പൂവൻ കൃഷിയാണ് ആരംഭിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കാട്ടാനകളുടെ ഇടപെടൽ മൂലം നമ്മുടെ വാഴക്കൃഷി പൂർണ്ണമായും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 പിളർക്കുന്ന കാഴ്ചയാണ് ആറളം ഫാം 13-ാം ബ്ലോക്കിലെ 55 പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് നട്ടുനനച്ചു വളർത്തി അതിൻ്റെ ആദായമെടുത്ത് കുടുംബം പോറ്റാൻ പണിയെടുത്ത ഈ കർഷകരുടെ 300ഓളം കിളിർത്തു പൊങ്ങിയ വാഴകളാണ് കാട്ടാനകളുടെ കാലടിയിൽ ഞെരിഞ്ഞമർന്നത്. കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 150-150ഓളം കർഷകർ ഇവിടെ ഈ കൃഷി ചെയ്യുന്നുണ്ട്. ആനകൾ കടന്നു വരാതിരിക്കാൻ, വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെ തീർത്താണ് ഈ വനിതാ കർഷകരുൾപ്പെടെ ഇവിടെ കൃഷി ഇറക്കിയത്. എന്നാൽ ആ ഫെൻസിംഗ് എല്ലാം ചവിട്ടിമറിച്ചിട്ട് അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് കാട്ടാനകൾ ഈ കൃഷിയിടത്തിലേക്ക് കടന്നു വന്ന് ഈ കൃഷിയെല്ലാം ഇങ്ങനെ നശിപ്പിച്ചത്. ഈ വനിതാ കർഷകരുൾപ്പെടെ കൃഷി ചെയ്ത ഈ കൃഷി നാശത്തിനും
ഇവർക്ക് മതിയായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത് തന്നെയാണ്. അതിന് നമുക്ക് അധികൃതരോട് ആവശ്യപ്പെടാം. ആർലഫാം 13-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. When you dream, it's okay, let him go. You're happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.